പിണറായിക്ക് മാം കൊന്തയിൽ പിടിച്ച് സത്യം ചെയ്ത അന്ന് മുതൽ പിണറായി വിജയന്റെ തിരിച്ചടികളുടെ കാലമാണ്. അതായത് PC ജോർജിനെ ഇല്ലാത്ത കേസിൽ ഉൾപ്പെടുത്തി PC ജോർജിനെ പീഡന കേസിലാണ്, ബാക്കി എന്ത് കേസാണെങ്കിലും സഹിക്കാം, പീഡന കേസാണ് കള്ളക്കഥ ഉണ്ടാക്കിയതെന്ന് മാഡം പറഞ്ഞു. അതിന്റെ കൊന്തയെ പിടിച്ച് സത്യം ചെയ്തു, ഇതിന് അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുന്നു. ഇന്ന് പുസ്തക വേഗമാണ്. ഇന്നലെ തന്നെ EDയുടെ അന്വേഷണം വീണ വിജയന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെന്താണ് ഈ ഒരു സമയത്ത് മാഡത്തിന് പറയാനുള്ളത്? അല്ല, എനിക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ എന്താ പറയാനാ, നമ്മളന്നേരം എന്റെ ഹസ്ബൻഡിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് ഏത് ഒരു മനുഷ്യസ്ത്രീക്കാവുന്ന ഒരു വികാരം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെവിടെ കൊണ്ടു എങ്ങനെ കൊണ്ടു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്കൊരു പ്രാർത്ഥനയുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ നമ്മളൊന്നും ഓർത്തില്ല. പക്ഷെ അത് ദൈവം മുകളിലിരുന്ന് കാണുന്നതായിരിക്കാം, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവന്നത് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജിന്റെ പരാതി കോടതി സ്വീകരിച്ചതുകൊണ്ടാണ് EDയും SFIOയും ഒക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. ആ ഒരു കാര്യത്തിൽ തോന്നുന്നുണ്ടോ? കാരണം ഇത്ര വലിയൊരു അഴിമതികളും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ നടന്നത് മകനാണ് പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതിലൊരു അഭിമാനം തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? കാര്യത്തിലൊക്കെ എന്നാ പറയാനാണ്, അത് ഞാനിങ്ങനെ ഒത്തിരി രാഷ്ട്രീയം പറയലാത്ത ഒരാളാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവനത് കൊണ്ടുവരട്ടെ, അവനത് സത്യസന്ധമായി തെളിയിക്കുമെന്നാണ് എന്റെ വിചാരം, അത്രേ ഉള്ളൂ. ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഈ കൊന്തയ്ക്ക് ശക്തി ഉണ്ടെന്ന്? പിന്നെ കൊന്തയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാതിരിക്കാൻ പറ്റും. കൊന്തയ്ക്ക് ശക്തിയുണ്ട്, അത് ആരോടും പറയണ്ട, നമുക്കറിയാവില്ലേ. അതെനിക്ക് തന്നെയുള്ള ശക്തിയല്ല, ലോകത്തെല്ലാവർക്കും ഉള്ള ശക്തിയാണ്. മാതാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്, അതേ ഉള്ളൂ. ഈ വാക്കുകൾ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ പിണറായി സർക്കാരിന്റെ തിരിച്ചടികളാണ്. സജി ചെറിയാന്റെ മന്ത്രി ഭരണഘടന ലംഘനം മുഴുവൻ ഇങ്ങോട്ട് തിരിച്ചടികളാണ്. അപ്പൊ ഏത് പ്രശ്നം വന്നാലും PC ജോർജിന്റെ ഭാര്യയുടെ കൊന്തയുടെ ശക്തിയാണ് പിണറായിക്ക് കിട്ടുന്ന ഈ തിരിച്ചടികൾ എന്നാണ് പറയുന്നത്. അപ്പോ അത്തരത്തിൽ പറയുമ്പോൾ മാമിന് എന്താണ് തോന്നുന്നത്? നമ്മുടെ കയ്യിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ദൈവം അവർക്ക് തിരിച്ചടി കൊടുക്കുന്നേ, അതൊക്കെ ഉള്ളൂ. പിന്നെ തിരിച്ചടി കൊടുക്കണമെന്നില്ല, ഇത് കള്ളമെല്ലാം തെളിയണ്ടേ. ചുമ്മാ ലോകം കേരളം മുഴുവൻ കട്ടുമുടിച്ച് മനുഷ്യൻ മുഴുവൻ അവതാളത്തിലായി കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാ ആൾക്കാരും നടക്കുമല്ലേ. എല്ലാ ഇടത്തരക്കാരും കൂടുതൽ പൈസ ഉള്ളവര് കുറെ നാളും കൂടെയൊക്കെ എങ്ങനെയാണ് തട്ടിയും മുട്ടിയും പോകും. ബാക്കി പാവങ്ങളുടെ സ്ഥിതി ഇപ്പൊ നമ്മളെ ഈസ്റ്റർ വരുവാണ്. ഓരോ മനുഷ്യനും പറയാം, പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ മനുഷ്യനും പറയാനായിട്ട് കെട്ടി മുട്ടിയുണ്ട്. ഒരു പിള്ളേർക്ക് ഒരു ഈസ്റ്റർ ആയിട്ട് ഒരു പുതിയ ഉടുപ്പ് പോലും എടുക്കാനായിട്ട് പറ്റുന്നില്ല, സാധാരണ ജനങ്ങൾക്ക് പോലും.